കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെട്ട സ്ഥലമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ 6% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെയൊക്കെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ UDF ക്യാമ്പ് പറയുന്ന 2% വോട്ട് ഞങ്ങളുടെയാണ് കുറഞ്ഞത്. പക്ഷേ എന്നാലും ഒരു 50,000 താഴെ വോട്ടിൽ വിജയിക്കാനാകും എന്നുള്ളതാണ് UDFിൻ്റെ പ്രതീക്ഷ. LDFിനും അതേ പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ കനൽ ഒരു തരി കെടാതെ സുരക്ഷിതമായി വീണ്ടും ആളിക്കത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് LDFിൻ്റെ പ്രതീക്ഷ. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിധമായ കാര്യമായ കഴിഞ്ഞ തവണ 15% വർധനവ് BJPക്ക് ഉണ്ടായെങ്കിൽ പോലും അങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും എന്ന് കരുതിയിരുന്ന മണ്ഡലമല്ല ആലപ്പുഴ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ എത്തിയതോടുകൂടി കളം മാറി എന്നു മാത്രവുമല്ല, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള രാഷ്ട്രീയം എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചതുപോലും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയാണ്. EP ജയരാജൻ്റെ വിവാദത്തിലേക്ക് അത് എത്തി നിൽക്കുന്നു. EP ജയരാജനെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കുമെന്ന തലത്തിലേക്കൊക്കെ തരത്തിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം BJP കാഴ്ചവെച്ചു. അത് എത്രത്തോളം വോട്ടായി മാറും എന്തായാലും ഒരു പ്രവചനത്തിന് ഞാനില്ല. ഈ വിഷയത്തിൽ ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. 3 മുന്നണിയും വളരെ മികച്ച രീതിയിൽ കൃത്യമായ സംഘടനാ സംവിധാനത്തോടുകൂടി, കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ UDFിൻ്റെ അല്ലെങ്കിൽ പൊതുവേ UDFിന് ഒരു അലസത ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ തവണ UDFിന് അതുണ്ടായില്ല. എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ പോലും 2-3 തവണ UDF പ്രവർത്തകർ എത്തി എന്നുള്ളതാണ്. ആ രീതിയിൽ 3 മുന്നണികളും മികച്ച രീതിയിൽ തന്നെ സംഘടനാ പ്രവർത്തനം അവരുടെ മിഷനറിയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 6% കുറവ് എന്ന് മാത്രവുമല്ല, ഈ മണ്ഡലത്തിലെ വിജയം നിർണ്ണയിക്കുക ശോഭാ സുരേന്ദ്രനാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2 ലക്ഷത്തിൽ മുകളിൽ വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചാൽ ആരുടെ പെട്ടിയിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളതാണ് വിധേയെ നിർണ്ണയിക്കുക. ആര് ജയിച്ചാലും ഒരു 25,000-30,000 വോട്ടിൽ മുകളിൽ പോകില്ല. അതായത് UDFോ LDFോ ജയിച്ചാലും 30,000 വോട്ടിന് മുകളിൽ പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്ലെങ്കിൽ ഇപ്പോൾ മുന്നണികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. എന്തായാലും കായംകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ CPMന് LDFിന് വളരെ നിർണായകമായ സ്വാധീനമുള്ള കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ ഒരു സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കാര്യം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു പക്ഷേ അതൊക്കെ കൊണ്ട് ഒരു ചെറിയ മാർജിനിൽ ജയിച്ച് കയറാം എന്നുള്ളതാണ് UDFിൻ്റെ പ്രതീക്ഷ. കാരണം UDFിന് ഇവിടുത്തെ വിജയം അനിവാര്യമാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ വന്നാലും ഇല്ലെങ്കിലും പ്രതിപക്ഷത്തായാലും നമുക്ക് കാത്തിരിക്കാം.